ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കും വാനൂസിനും ദ്രവ്യമാണ് പ്രാക്ടിക്കൽ. അപ്പോൾ ഇതുവരെ ഞങ്ങളൊന്നും കംപ്ലീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. ഇനി സ്പോട്ടിംഗ് ആണ് ഫസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് പഠിക്കാൻ. ഇന്നലത്തെ വൈവ ലേറ്റ് ആയതുകൊണ്ടാണ് ചായക്കൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ചെന്നിട്ടാണ് നോക്കാൻ. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാമേ. തലേ ദിവസം ഞാൻ കുറച്ചൊന്ന് ദേശീയവാണിയും അതുപോലെ ബോട്ടാണിക്കൽ നെയിമും ഫാമിലിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരു 3 മണിക്ക് എണീറ്റിട്ട് വീണ്ടും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, മിശ്രകവർഗം, കർമ്മം, അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ നോക്കി. പക്ഷെ എന്തൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന പോലെയുള്ളൊരു എഫേർട്ട് ഇടാൻ പറ്റിയില്ല എന്നാണ് എനിക്ക്, അതായത് പ്രാക്ടിക്കലിന് വേണ്ടി പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ റെനോവേറ്റ് ചെയ്ത പുതിയ ക്ലാസ്സും. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ കോളേജിൽ ഇൻസ്പെക്ഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുറേയൊക്കെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ സ്റ്റെപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പിൽ പോയിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം പെട്ടെന്ന് 2 ഹാഫായിട്ട് തിരിച്ചിട്ട് ഒരു ടീം ആദ്യത്തെ ടൈപ്പ് ഓഫ് സ്പോട്ടിങ്ങിനും രണ്ടാമത്തെ ടീം രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പോട്ടിങ്ങിനും അതൊക്കെ എല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കുവാണ്. അപ്പോൾ ആ സ്പോട്ടിങ് കഴിഞ്ഞ് വൈകിക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് ഈ കാണുന്നത്. ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. പിന്നെ അപ്പോഴത്തേക്ക് ജിഷ്ണു സാറ് വന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ഷൻ പോലെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. സോ അങ്ങനെ ദ്രവ്യം പ്രാക്ടിക്കൽസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കഷ്ടപ്പെട്ട് എഴുതുന്നത് ഈ ഇങ്ങനെ ഹോളിടുന്ന കണ്ടില്ലേ. അയ്യോ, അതുപോലെ എൻ്റെ ഹെർബറിയും അതും സോ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പറയാൻ പറ്റി. എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ചോദിച്ചു ഏതെങ്കിലും ഒരു ചരകൊത്തക്കണം ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു, അതായത് ദശയമാനി ഏതെങ്കിലും ഒന്നും പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ദശയമാനിയാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോഡേണിന് ചോദിച്ചു, അവരുടെ പോർഷൻ ചോദിച്ചു. എന്നോട് കൂടുതൽ പ്രഭാവം, രസം, ദ്രവ്യം, പ്രഭാവം അത് കണക്ട് ചെയ്തിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ സ്പോട്ടിങ് ചിലതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 സെക്ഷനായിട്ടായിരുന്നല്ലോ നടത്തിയത്. അതിൽ ആദ്യം കുറച്ച് സ്പോട്ടിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ സ്പോട്ടിങ്ങിൽ കുറച്ച് മിശ്രക വർഗ്ഗങ്ങൾ വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, pH അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. സി ഓൺ നെക്സ്റ്റ് ടൈം.